ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കണക്ക് പറയട്ടെ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ദിവസവും ഏകദേശം 35,000 തീരുമാനങ്ങൾ എടുക്കുന്നു. അതിൽ 70% തീരുമാനങ്ങളും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ തലച്ചോറിന്റെ ഓട്ടോ പൈലറ്റ് മോഡിലാണ്. പക്ഷേ ഒരു ചെറിയ തീരുമാനത്തിന്റെ തെറ്റ് നിങ്ങളുടെ 5 വർഷത്തെ കഠിനാധ്വാനം ഇല്ലാതാക്കും. ഒരു നിമിഷത്തെ തെറ്റായ ഇൻവെസ്റ്റ്മെന്റ്, ഒരു തെറ്റായ കരിയർ മൂവ്, ഒരു തെറ്റായ റിലേഷൻഷിപ്പ് ഡിസിഷൻ. ചോദ്യം: ഈ 35,000 തീരുമാനങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾ ബോധപൂർവം എടുക്കുന്നു? ഈ വീഡിയോയിൽ ഒരു ടൈനി ഹാബിറ്റ് പറഞ്ഞുതരാം. അക്ഷരാർത്ഥത്തിൽ 60 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റി 10 മടങ്ങ് മെച്ചപ്പെടുത്താം. രാവിലെ എഴുന്നേൽക്കുന്നു. ആദ്യത്തെ തീരുമാനം: എഴുന്നേൽക്കണോ വേണ്ടയോ? അടുത്തത്: എന്തു കുടിക്കണം? ചായയോ കാപ്പിയോ? പിന്നെ എന്ത് ധരിക്കണം? ഏത് ഷർട്ട്? ഏത് നിറം? സയൻസ് പറയുന്നു, തലച്ചോറിന് ഒരു ദിവസം പരിമിതമായ ഡിസിഷൻ എനർജിയാണുള്ളത്. ഇതിനെ ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയുന്നു. ഓരോ തീരുമാനവും ഈ എനർജി കുറയ്ക്കുന്നു. വൈകുന്നേരം 6 മണിയോടെ നിങ്ങളുടെ തലച്ചോറ് ഏതാണ്ട് ശൂന്യമായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ എടുക്കുന്നത് എമോഷണൽ പർച്ചേസസ്, ജങ്ക് ഫുഡ്, മോശം ഇൻവെസ്റ്റ്മെന്റ്സ്, സോഷ്യൽ മീഡിയ ആർഗ്യുമെന്റ്സ്. കോഗ്നിറ്റീവ് ബയസസ്, നമ്മുടെ തലച്ചോറിന്റെ 7 കെണികൾ. ഇനിയൊരു ചെറിയ ക്വിസ്. ചോദ്യം: ഒരു പുതിയ ഫോൺ വാങ്ങണം. നിങ്ങൾ 10 വെബ്സൈറ്റുകൾ കണ്ടു. ആദ്യം കണ്ട ഫോണിന് 40,000 രൂപ, രണ്ടാമത്തേതിന് 35,000. ഏതു വാങ്ങും? മിക്കവരും 35,000 രൂപയുടെ ഫോൺ വാങ്ങും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആദ്യം കണ്ട 40,000 രൂപ ഒരു ആങ്കറായി മാറി. ഇതാണ് ആങ്കറിംഗ് ബയസ്. നമ്മുടെ തലച്ചോറിൽ കുടുങ്ങിക്കിടക്കുന്ന 4 പ്രധാന കോഗ്നിറ്റീവ് ബയസസ്. 1. കൺഫർമേഷൻ ബയസ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രം തിരയുന്നു. 2. റീസൻസി ബയസ്. അടുത്തിടെ സംഭവിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ ഭാരം കൊടുക്കുന്നു. 3. ഓവർ കോൺഫിഡൻസ് ബയസ്. നമുക്ക് പറ്റില്ല എന്ന് കരുതുന്നു. 4. സങ്ക് കോസ്റ്റ് ഫാലസി. ഇതിനകം ചെലവഴിച്ച സമയത്തിനും പണത്തിനും വേണ്ടി മോശം തീരുമാനം തുടരുന്നു. ഉദാഹരണം: ഒരു സിനിമ കാണാൻ പോയി. 30 മിനിറ്റ് കഴിഞ്ഞു. സിനിമ മോശമാണ്. പക്ഷേ ടിക്കറ്റിന് 200 രൂപ കൊടുത്തല്ലോ എന്ന് കരുതി ഇരുന്നു മുഴുവൻ കാണും. ഇതാണ് സങ്ക് കോസ്റ്റ്. നഷ്ടമായത് നഷ്ടമായി, എഴുന്നേറ്റു പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ എത്രയെണ്ണം സങ്ക് കോസ്റ്റ് ഫാലസി കൊണ്ടാണ്? സ്റ്റോപ്പ്. ദ കോസ്റ്റ് ഓഫ് ബാഡ് ഡിസിഷൻസ്. റിയൽ നമ്പേഴ്സ്. ഒരു പഠനമുണ്ട്, ഹാർവേഡ് ബിസിനസ് റിവ്യൂവിൽ വന്നത്. സിഇഒകൾ അവരുടെ സമയത്തിന്റെ 60% തീരുമാനങ്ങൾ എടുക്കാനാണ് ചെലവഴിക്കുന്നത്. അതിൽ 40% തീരുമാനങ്ങളും മോശമാണ്. ഒരു സിഇഒയുടെ മോശം തീരുമാനം കമ്പനിക്ക് ശരാശരി $100 മില്യൺ നഷ്ടമുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ സിഇഒ അല്ല. നിങ്ങളുടെ തെറ്റായ തീരുമാനത്തിന്റെ വിലയെത്ര? 5 ലക്ഷം രൂപ? 10 ലക്ഷം? അതോ നിങ്ങളുടെ സന്തോഷം തന്നെയോ? ഇവിടെയാണ് ആ ചെറിയ ഹാബിറ്റ് വരുന്നത്. ദ 60 സെക്കൻഡ് പോസ് ഹാബിറ്റ്. നിങ്ങൾ ചിന്തിക്കുകയാണോ, 60 സെക്കൻഡ്, ഇത്രയും ചെറിയ സമയം? ശരിയാണ്. എന്നാൽ ഈ 60 സെക്കൻഡ് നിങ്ങളുടെ ഓട്ടോ പൈലറ്റിനെ കോൺഷ്യസ് പൈലറ്റാക്കി മാറ്റും. എങ്ങനെ? ഞാൻ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്? ഫിയർ കൊണ്ടോ? ഗ്രീഡ് കൊണ്ടോ? ഇംപൾസ് കൊണ്ടോ? 2. ഈ തീരുമാനത്തിന്റെ 10 മിനിറ്റ്, 10 മാസം, 10 വർഷം എന്നിവയിലെ റിസൾട്ട്സ് എന്തായിരിക്കും? 10-10-10 റൂൾ. 3. വിപരീത ഫലം വന്നാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ? 4. ഞാൻ ഈ തീരുമാനത്തിന് പകരം വേറെ എന്ത് ചെയ്യും? ഉദാഹരണം: ദ 50,000 rupee മിസ്റ്റേക്ക്. വൺസ് അപ്പോൺ എ ടൈം, രാമൻ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അയാൾക്കൊരു ദിവസം വാട്സാപ്പിൽ ഒരു സന്ദേശം വന്നു: 50% ഡിസ്കൗണ്ട് ഓൺ ഓൺലൈൻ കോഴ്സ്, ലാസ്റ്റ് 3 hours. അയാൾക്ക് ആ കോഴ്സ് വേണ്ടായിരുന്നു. പക്ഷേ ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അയാൾ ഉടൻ 50,000 രൂപ അടച്ചു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. പൈസ കളഞ്ഞു. ഒരു 60 സെക്കൻഡ് പോസ് ഉണ്ടായിരുന്നെങ്കിൽ രാമൻ സ്വയം ചോദിച്ചേനെ, എന്തുകൊണ്ട് വാങ്ങുന്നു? ഫിയർ.
10 മാസത്തിന് ശേഷം ഞാനിത് ഉപയോഗിക്കുമോ? ഇല്ല. വിപരീത ഫലം 50,000 നഷ്ടം. പോസ്, ക്യാൻസൽ. 50,000 രൂപ ലാഭിച്ചു. ഇതാണ് ഈ ഹാബിറ്റിന്റെ പവർ. നിങ്ങൾക്കും ഇത് ചെയ്യാം. ഇന്നു മുതൽ. ദ സയൻസ് ബിഹൈൻഡ് ദ പോസ്. ന്യൂറോ സയൻസ് പറയുന്നു നമുക്ക് 2 തലച്ചോറുകളുണ്ട്. ഒന്ന് ആമിഗ്ഡാല, റെപ്റ്റീലിയൻ ബ്രെയിൻ, വേഗതയുള്ളത്, എമോഷണൽ, ഇമ്പൾസീവ്. ഇത് 0.1 സെക്കൻഡിനുള്ളിൽ പ്രതികരിക്കും. 2 പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, എക്സിക്യൂട്ടീവ് ബ്രെയിൻ, വേഗത കുറഞ്ഞത്, റാഷണൽ, ലോജിക്കൽ. ഇത് പ്രവർത്തിക്കാൻ 5-10 സെക്കൻഡ് എടുക്കും. നിങ്ങൾ 60 സെക്കൻഡ് പോസ് ചെയ്യുന്നില്ലെങ്കിൽ ആമിഗ്ഡാലയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ചെയ്യും. ഇമ്പൾസ് ബൈയിങ്, ആംഗ്രി ഇമെയിൽസ്, റോങ് കരിയർ മൂവ്സ്. 60 സെക്കൻഡ് പോസ് കൊണ്ട് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സ്റ്റോപ്പ്, തിങ്ക്, ഡിസൈഡ്. ടിപ്പ്: നിങ്ങൾക്ക് 60 സെക്കൻഡ് ഇല്ലെങ്കിൽ 3 ഡീപ് ബ്രത്ത്സ് എടുക്കുക. 3 ശ്വാസം. 10 സെക്കൻഡ്. 5 സാഹചര്യങ്ങളിൽ നിർബന്ധമായും 60 സെക്കൻഡ്സ് പോസ് ചെയ്യുക. 1. ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, വാങ്ങലുകൾ. 2. ആംഗ്രി റെസ്പോൺസസ്, ഒരു മോശം കോമെന്റ്, ഒരു റൂഡ് ബോസ്. Pause, write the response in notes. Wait 1 hour, then send. 3. Career moves, or a new offer, 20% salary hike. Pause, ask, culture, growth, location, sandosham. 4. Relationships, quarrel with spouse or friend. Pause before speaking. 60 seconds. Water, then speak. 5. Health choices, skip gym, eat junk. Pause, ask, will this help my 70-year-old self? Then, the decision journal. Pause ന്റെ അടുത്ത ലെവൽ. 60-second pause വർക്ക് ചെയ്തു തുടങ്ങിയാൽ അടുത്ത ഘട്ടം ഡിസിഷൻ ജേർണൽ. ഓരോ പ്രധാന തീരുമാനവും എഴുതുക. ഫോർമാറ്റ്: ഡേറ്റ്, ഡിസിഷൻ, why I made this decision, emotions at that time, what I expect to happen, alternative options. പിന്നീട് 1 മാസം കഴിഞ്ഞ് തിരിച്ചു നോക്കുക. ഞാൻ പ്രതീക്ഷിച്ചത് നടന്നോ? തെറ്റുകൾ ഏതൊക്കെ? വോറൻ ബഫറ്റ് ഇത് ചെയ്യുന്നു. റേ ഡാലിയോ ചെയ്യുന്നു. എല്ലാ ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സും ഒരു ജേർണൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്കും തുടങ്ങാം. ഗൂഗിൾ കീപ്പ്, നോഷൻ, or just a 10 rupee notebook. The pre-mortem technique, advanced pause. Pre-mortem, മരണത്തിനു മുമ്പുള്ള പോസ്റ്റ്മോർട്ടം. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും മുമ്പ് നിങ്ങളുടെ തീരുമാനം പാളിപ്പോയി എന്ന് സങ്കല്പിക്കുക. 5 മിനിറ്റ് എടുത്ത് എന്തൊക്കെ കാരണങ്ങളാൽ അത് പാളിപ്പോയേക്കും എന്ന് എഴുതുക. ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. ഈ വീഡിയോ കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ. ആക്ഷൻ 1. സെറ്റ് എ ടൈമർ ഓൺ യുവർ ഫോൺ. എവറി 2 hours, pause for 60 seconds. Reminder. Action 2. Open notes. Write, my 3 worst decisions in last 1 year. What emotion caused them? Action 3. Write your first decision rule. Example, I will not check email before 10 a.m. Action 4. Find a decision journal, physical or digital. Buy it, make it today. Action 5. Comment below. I will pause before my next big decision. Accountability. നിങ്ങൾക്കറിയാമോ, മിക്ക ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യും. 60 സെക്കൻഡ്സ് മണ്ടത്തരം എന്ന് പറഞ്ഞ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ പരീക്ഷിച്ചു നോക്കും. ബിക്കോസ് യു നോ ഫോർച്യൂൺസ് ആർ മെയ്ഡ് ഇൻ ദ പോസ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരും സന്തുഷ്ടരും വിജയികളുമായ ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച തലച്ചോറില്ല. അവർക്ക് മികച്ച ഹാബിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ദ പോസ്. നിങ്ങളുടെ അടുത്ത 1 വർഷം ഇന്നു മുതലുള്ള ഓരോ ചെറിയ തീരുമാനങ്ങളുടെ ആകെത്തുകയാണ്. ഓരോ തെറ്റായ തീരുമാനവും നിങ്ങളെ പിന്നോട്ട് വലിക്കും. എന്നാൽ ഓരോ നല്ല തീരുമാനവും കമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ വർദ്ധിച്ച് ഒരു മികച്ച ജീവിതം സൃഷ്ടിക്കും. 60 സെക്കൻഡ് പോസ്. ഇത് വെറുമൊരു ഹാബിറ്റ് അല്ല, ഇതൊരു സൂപ്പർ പവറാണ്. ഇന്ന് രാത്രി ഉറങ്ങും മുമ്പ് 60 സെക്കൻഡ് എടുക്കുക. നാളത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇനി പോസ് ചെയ്യും. സ്റ്റാർട്ട് സ്മോൾ. പോസ് ബിഫോർ 1 decision tomorrow. Then 2. Then all. Remember, the quality of your life equals the quality of your decisions. Pause, think, decide, win.
60 seconds. That's all it takes.